ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഞാൻ കുറച്ച് നാളായി ഒരു ഡെയിലി വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു പണിയിട്ടിരിക്കുക. രാവിലെ എണ്ണ അടിക്കാൻ പോയിട്ട് പമ്പിൽ അവിടെ ബാങ്ക് സെർവർ പോയി. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല, അക്കൗണ്ടിൽ മാത്രമേ ഉള്ളായിരുന്നു. അവിടുത്തെ ബാങ്ക് സെർവർ കാരണം പ്രശ്നമായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കാൻ. അങ്ങനെ എന്നെ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് QR അയച്ചു കൊടുക്കുന്നവർക്ക്. അപ്പോഴാണ് അറിയുന്നത് ബാങ്ക് സെർവർ അവരുടെ കുഴപ്പമാണ്. അങ്ങനെ പിന്നെ നമുക്കറിയാവുന്നൊരു ചേട്ടൻ വന്നു. അങ്ങനെ പുള്ളിക്കാരൻ ക്യാഷ് തന്നിട്ട് നമുക്കത് അവിടെ കൊടുത്ത് രാവിലെ തന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പുഴുങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഇന്ന് കുറച്ച് ഹാപ്പനിങ്സ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾക്കൊരു സിനിമയ്ക്ക് പോകണം, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പ്രോഗ്രാമിന് പോകണം. അതൊക്കെ വഴിയെ പറയാം. നമുക്ക് അതിന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. നമുക്കിന്ന് വീട്ടിൽ ഇവിടെ കിടലിയ, അപ്പം ഞാൻ കിടലി കഴിക്കാൻ കൂടിയില്ല. ഓക്കെ, അപ്പം നമുക്ക് അപ്പവും ഉള്ളിക്കറിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സാമ്പാറന്തമുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി ഒരു അടി അടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ തുണിയൊക്കെ കഴിയണം, കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വരാവേ. ഓക്കെ, അപ്പം നമ്മൾ റെഡിയായി പടത്തിന് പോകാൻ പോവാം. ഞാൻ വാഴ 2 പോകാൻ പോവാം. ഇതുവരെ കണ്ടില്ല. എല്ലാ പടവും കാണുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ കണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആൻസർ ഇല്ല. കാരണം ആ സമയത്ത് ഹേൽമേരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഹേൽമേരിക്ക് പോയി. പിന്നെ വാഴ 2 കാണാൻ പോയില്ല. പിന്നെ ഇപ്പം അവിടെ ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേക്കും കാണണമെന്ന് പറഞ്ഞാൽ പിന്നെ പോയി കണ്ടേക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പോവും, സിനിമയ്ക്ക് പോകാൻ പോകും. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ചേച്ചിയും അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇതാ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് മാറി. ഇനി അകത്ത് ആരത് വെള്ളം വായിക്കാൻ കയറി. എന്തിന്? അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വന്നേ. പടത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 100-200 കോടിയോളം അടുക്കുന്നൊരു സിനിമയെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്. നല്ലൊരു പടമായിരുന്നു. നമ്മൾ റീൽസിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ സിനിമയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. നല്ലൊരു മഴ പെയ്തപ്പം നമ്മൾ പോകുന്നതിൻ്റെ പ്ലാൻ പൊളിയുമെന്നാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് മഴ തോന്നുന്നു. അക്ഷയ് കാറിനകത്തൂടെ വെളിയിൽ റോഡിൽ കിടപ്പുണ്ട്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനും നന്ദു അക്ഷയ് മാത്രമേ ഉള്ളൂ. ഇവിടെ കേരള പോലീസിൻ്റെ തന്നെ നമുക്കിവിടെ പാർക്കിങ്ങിന് ഒരു മൈതാനം എടുത്തിട്ടുണ്ട്. അപ്പം അതായത് അമ്പലത്തിൻ്റെ അവിടെ എല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. കാറുകൾ പ്ലേസ് ചെയ്യാൻ പോലും പറ്റത്തില്ല, പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു മൈതാനത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് അമ്പലത്തിട്ട് നടക്കാം. ഉള്ളിലിട്ടാട്ടോ, ഇവിടെ ലൈറ്റൊന്നുമില്ല, അതുകൊണ്ടാണ്. എടുത്തോ ഇരുന്നോ കാണാൻ വേണം. അപ്പോൾ നമ്മൾ പോയടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. നല്ല ഊളക്കോലത്തിൽ
അടിച്ചു പൊളിച്ച് എന്തെങ്കിലും കിടന്നെന്ന് തോന്നുന്നു. പട്ടിയൊക്കെ കുറയ്ക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. മരിച്ച് ബൈ.